ഹായ്. ഇന്ന് നിഫ്റ്റി ഓൾമോസ്റ്റ് 200 പോയിന്റിലധികം പ്ലസ് ആണ്. അപ്പം എക്സ്പയറി ആണ് നാളെ. അപ്പം നമുക്ക് ഏത് രീതിയിൽ ഇതിനെ മാനേജ് ചെയ്യാന്ന് ജസ്റ്റ് നോക്കാം. ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. 25,100 ആണ്. ഇനി നമുക്ക് ജസ്റ്റ് OI ഡാറ്റ എടുത്ത് നോക്കാം. നിഫ്റ്റി നിഫ്റ്റി നോക്കി 24,000ന്റെ പുട്ടില് നല്ല ടൈറ്റ് OI സപ്പോർട്ട് കാണുന്നുണ്ട്. 24,000 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 24,000 യെസ് ഈ ഒരു റേഞ്ചിൽ വരും. ഇനി റെസിസ്റ്റൻസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു ടൈറ്റ് റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പുട്ടിനെ അപേക്ഷിച്ച് പുട്ട് സൈഡിലുള്ള പോലുള്ള ഒരു ടൈറ്റ് OI കാണാൻ പറ്റുന്നില്ല. എന്നാലും നമുക്ക് ദാ ഇവിടെ 24,500 നോക്കാം. അത്ര ഇല്ലെങ്കിലും നമുക്ക് ഓൾമോസ്റ്റ് കിട്ടുന്നുണ്ട്. 24,500 24,500. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24,500 തന്നെ എടുക്കാൻ ട്രൈ ചെയ്ത് നോക്കാം. കാരണം എന്താന്ന് വെച്ചാൽ 24,100 ഓൾമോസ്റ്റ് 400 പോയിന്റ്സ് ഉണ്ടല്ലോ. സേഫ് ആണ്. പിന്നെ നമുക്ക് ഈ പുട്ട് സൈഡിന്റെ താഴെ അതും വളരെ ടൈറ്റ് ആണല്ലോ. അതിന് താഴെ ഒരു ക്രെഡിറ്റ് സ്പ്രെഡ് പ്ലാൻ ചെയ്തിട്ട് ഒരു ഒരു കൈൻഡ് ഓഫ് ന്യൂട്രൽ അല്ലാത്തൊരു എൻകൗണ്ടർ നമുക്ക് പ്ലാൻ ചെയ്യാം. സോ ഞാൻ എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24,500 തന്നെ നമുക്ക് പിടിക്കാം. 24,500 12 രൂപയാണ്. ഓക്കെ, 12 എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. പക്ഷെ കിട്ടുന്നത് പോരട്ടെ. വേണ്ട, 500 റുപ്പീസാണ് പ്രോഫിറ്റ്. ഇനി 24,000-ലാണ് നമുക്ക് പുട്ട് സൈഡിൽ ടൈറ്റ് സപ്പോർട്ട് ഉള്ളത്. ഞാൻ എന്ത് ചെയ്യും, 23,900 എടുക്കാം. 23,000 ആൻഡ് ഒരു 3 രൂപയുടെ ബൈ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതൊരു കൈൻഡ് ഓഫ് ന്യൂട്രൽ കം ബുള്ളിഷ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ബുള്ളിഷ് സൈഡ് വളരെ ദൂരത്താണ് എടുത്തത്. കോൾ സൈഡ് വളരെ ദൂരത്താണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ പ്ലാൻ ചെയ്യാം. ഇനി നാളെ മാർക്കറ്റ് ഓൾമോസ്റ്റ് 23,885, ഓൾമോസ്റ്റ് ഒരു 1% ഡൗൺ വരെ നമ്മൾ സേഫ് ആണ്. അപ്പ് സൈഡ് നമുക്ക് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1.68% വരെ നമ്മൾ സേഫ് ആണ്. സോ കുഴപ്പമില്ല, ഈ ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഞാൻ എന്തായാലും ഇത് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഓക്കെ, കോൾ സൈഡിൽ ടൈറ്റ് ആണ്. ഇന്നത്തെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയും ഉൾട്ടയാണ് മൂവ് ചെയ്തത്. സോ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പുട്ട് സൈഡ് OI ഉള്ളത് ഈ 56,000-ലാണ്. അപ്പോൾ നമുക്ക് ഇപ്പം ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് 56,264-ലാണ്. നമുക്ക് 55,800 പ്ലാൻ ചെയ്യാം. ആൻഡ് അത്യാവശ്യം ടൈറ്റ് ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അവിടെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി കോൾ സൈഡ് നോക്കുകയാണെങ്കിൽ 57,000-ലാണ്. കുറച്ചും കൂടി ടൈറ്റ് ഉണ്ട്. ടൈറ്റ് റെസിസ്റ്റൻസ് ആണ്. ഞാൻ 57,200 പ്ലാൻ ചെയ്യുന്നു. ഇതും ഞാൻ കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി കുറച്ച് വോളറ്റൈൽ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈറ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ ഹെഡ്ജ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഇതും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 1% ഡൗൺ സൈഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ഒരു 1.73. ഓൾമോസ്റ്റ് നിഫ്റ്റി പോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ P&L വ്യത്യാസമുണ്ട്. കാരണം ബാങ്ക് നിഫ്റ്റിയാണ്, നല്ല പ്രീമിയം ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ സെയിം റേഞ്ചിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ പ്രീമിയം കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ കൊള്ളാം. ഈ 2 സെറ്റപ്പ് നമുക്ക് നാളെ ഒറ്റ ദിവസത്തേക്ക് വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കേസാണ്. ഈ വലിയ ഗ്യാപ് ഡൗണും അല്ലെങ്കിൽ വലിയ ഗ്യാപ്പ് അപ്പും വരികയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ ഒരു DP ഇന്ത മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് നിൽക്കാതെ ബെറ്റർ എക്സിറ്റ് ചെയ്യാണ് നല്ലത്.